ബലാത്സംഗ കേസിൽ എം മുകേഷ് MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്താണ്? കീഴ്ക്കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കും എന്നതടക്കമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഉയർത്താൻ പോകുന്നത്? ശ്രീകാന്ത്, റീജിത്ത്, ഈ കേസിൽ സെഷൻസ് കോടതി, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ തന്നെ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. കാരണം കേസിന്റെ മെറിറ്റിലേക്ക് കടന്നു കയറി ഉള്ള വിധി പ്രസ്താവം എന്നാണ് അത് വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകുന്നത്. ജഡ്ജ് ഹണി എം വർഗീസിന്റെ ബെഞ്ചാണ് ഈ വിധി, ഒരു അസാധാരണ വിധി പറയുകയുണ്ടായത്. അതായത് അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്ന് സർക്കാർ കരുതുന്നു. 15 വർഷം പഴക്കമുള്ള കേസ് എന്ന ഒരു ലാഘവത്തോടെ കാണുന്നു എന്നൊരു ധ്വനി ആ ഉത്തരവിലുണ്ടായിരുന്നു. വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ട ഉത്തരവാണെന്നും സർക്കാർ വിലയിരുത്തുന്നു. 19 പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല എന്ന കാര്യവും പറയുന്നു. കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ജഡ്ജ് ഈ മുൻകൂർ ജാമ്യം പരിഗണിച്ചപ്പോൾ കേസിന്റെ പൂർണ്ണമായ മെറിറ്റിലേക്ക് കയറി ആ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതാണ് ആക്ഷേപത്തിന് കാരണം. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.